ആ പറഞ്ഞോ. മേശ്ശേരിയോടൊരു കാര്യം പറഞ്ഞിട്ട് എത്ര നാളായി, മറന്നുപോയോ? അയ്യോ മോളെ, പിന്നെ ഞാനതങ്ങ് സത്യം പറഞ്ഞാ ഞാനതങ്ങ് വിട്ടുപോയി. ഞാന് ഒന്ന് രണ്ട് പണി വേറെ ഉണ്ടായിരുന്നു, ഞാൻ അതിന്റെ ഓട്ടത്തിലായിരുന്നു. അതിന്റെ കൂടി മഴയും. ഇപ്പൊ ഞങ്ങളുടെ പണി അങ്ങ് മറന്നോ? അയ്യോ അങ്ങ് മറന്നുപോയി. സത്യം പറഞ്ഞാൽ അങ്ങ് മറന്നു പോയെന്നുള്ളതാ സത്യം. എന്തുവായിരുന്നു അവിടെ? എന്ത് പ്രശ്നം എന്തുവായിരുന്നു അവിടെ? നമ്മുടെ ഭിത്തിയുടെ കൊറേ ഊട്ട എടുക്കണം. നമ്മുടെ പെരയുടെയാണോ അതോ? പെരയുടെ ഭിത്തിക്ക് ഊട്ടയോ? ഊട്ട. അതെങ്ങനെ വീണ്? വീണെന്നൊന്നും അറിയാൻ വയ്യ. അതിനെന്താ മോളെ, നമുക്ക് ഊട്ട അടയ്ക്കാമല്ലോ. മേശ്ശേരിക്ക് ഊട്ട അടയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞു, അറിഞ്ഞു ഞാന്. അത് കൊള്ളാം. അതാര് പറഞ്ഞു? എനിക്ക് ഊട്ട അടയ്ക്കാൻ അറിയാവുന്ന ആര് പറഞ്ഞു? അതുകൊണ്ടാ ഇത്രയും നാള് മേശ്ശേരിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നേ. ഊട്ടയൊക്കെ അടയ്ക്കാൻ എനിക്കറിയാം. മറന്നുപോയി. ഊട്ടയൊക്കെ അടയ്ക്കാൻ എനിക്കറിയാം. അതൊക്കെ വന്ന് ഞാൻ അടച്ചു തരാം. മോള് ധൈര്യമായിട്ട്. താമസം അല്ല, ഞാനങ്ങ് മറന്നു പോയിട്ടാ മോളെ. പിന്നെ എത്രയും മറവി, ഞാൻ എത്ര വിളിച്ചു. അല്ലല്ല, മഴയൊക്കെ വരാന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഞാനത്. അല്ല, എന്റെ കൂടെ ഉള്ള 2-3 ബംഗാളി പണിക്കാരില്ലായിരുന്നു, അവര് നാട്ടിൽ പോയി. അവര് വേണ്ട, മേശ്ശേരി വന്നാ മതി. ഇത് ഞാൻ മതി. ഞാൻ വന്ന ഊട്ട അടച്ചു തരാം മോളെ. കേട്ടോ? അതൊക്കെ മോള് ധൈര്യമായിട്ട് വിളിക്കുന്നേ. മോള് ഊട്ട അടച്ചില്ല പിന്നെ ആരുടെ ഊട്ട അടയ്ക്കുന്നേ? പറഞ്ഞത് ഇത്ര ദിവസം കൊണ്ട് കാത്തിരിക്കുന്നെന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ. പണി തിരക്കാന്നോ? പണിയാണോ? പണി ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, മഴയും പിന്നെ 2-3 ഞാൻ പറഞ്ഞില്ലേ ബംഗാളികൾ നാട്ടിൽ പോയിട്ട് അവന്മാര് വന്നില്ല. അപ്പൊ ഇതിൽ ആളും കുറവായതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നെട്ടോട്ടമായിരുന്നു. ഇത് പ്രശ്നമല്ല. ഞാൻ വരാം. ഞാൻ വന്ന അപ്പുറത്ത് അവിടെ പോയി പണി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞതാ. ഞാൻ ഇന്ന് കയ്യോട് ഉണ്ടായിരുന്നു, നിങ്ങളുടെ വെക്കലുണ്ടായിരുന്നു. ഞാൻ ഓർത്തെങ്കിൽ ഞാനിന്ന് ഓർത്തെങ്കിൽ വന്ന എന്താ ഊട്ടയൊക്കെ നോക്കിയെങ്കിലും ചെയ്തേനെ. അതാ പറഞ്ഞത്, വന്ന് നോക്കിയ പോലും ഇല്ലല്ലോ. വലിയ ഊട്ടയാ നമ്മുടെ? ഒരുമാതിരിയൊക്കെ വരുവാ. ഞാൻ നാളെ തന്നെ വരാം. 2-3 നാളെ തന്നെ എത്തിയേക്കാം. മരിച്ചില്ലെങ്കിൽ പൊന്നു മോളെ നാളെ തന്നെ എത്തിയേക്കാം. ഉറപ്പാന്നേ? ഉറപ്പ്, 100% ഉറപ്പ്. ഞാൻ ഇങ്ങനെ ഇത്രയും നാളായത്. വേണ്ട മോള് ധൈര്യമായിട്ടിരുന്നു. അവിടെ വരും തിരക്കി. വേണ്ട, മോള് അങ്ങോട്ട് വരണ, ഞാൻ അങ്ങോട്ട് വരാം. മോള് നാളെ ധൈര്യമായിട്ടിരുന്നു. പിന്നെ മോള് ഊട്ട അടച്ചിട്ടേ ഉള്ളു ബാക്കിയുള്ള പണി നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് യാതൊരു അല്ല. വന്നിട്ട് പിന്നെ സിമെന്റും ഒക്കെ മേടിക്കണ്ടായോ? മേശ്ശേരി വന്ന് മേടിച്ചാൽ മതി. അതാ ഞാൻ വരട്ടെ. ഞാൻ വന്നിട്ടെല്ലാം നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനത് മോള് നാളെ ശരിയാ പറഞ്ഞ സംഭവം എന്തോ നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ പിന്നെ മറന്നു പോയതാ. പിന്നെ കൊച്ചന്റെ ഫോണൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഒരാളുടെ പണിയല്ലേ കാണത്തോ? ഞാൻ മാത്രം മതിയല്ലോ പണിയാൻ? മതി. പണിയൊന്നുമില്ല. വന്നു നോക്കുന്ന ആളെ രാവിലെ എത്രേ തോനെയുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പണിഞ്ഞുതരാം. മതി. നമുക്ക് ഞാൻ പണിയുന്നല്ലേ ഇഷ്ടം. മേശ്ശേരിയുടെ ഇഷ്ടം പോലെ. ഞാൻ പണിയുന്നല്ലേ ഇഷ്ടം. മേശ്ശേരി പണിഞ്ഞാ മതി. വരണം. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേ. എന്റെ പൊന്നു മോളെ വരും. ഞാൻ പറഞ്ഞില്ലേ വരും. വേറെ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോ മേശ്ശേരി അങ്ങോട്ട് എനിക്കറിയാം. മേശ്ശേരിയുടെ ഇല്ല അതുപോലല്ലോ, നമുക്കറിയാമല്ലോ. ഇത് വേറെ വലിയ പണിയൊക്കെ ആയിരുന്നാൽ ശരി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ. ഇതിപ്പോ നമ്മള് ചെറിയ ഊട്ടയടപ്പല്ലേ, അത് നമ്മൾ നടത്തി തരാം. മതി. പിന്നെ കഞ്ഞിയെല്ലാം കാണുമല്ലോ അവിടെ? മേശ്ശേരിക്ക് എന്താ വേണം? കഞ്ഞി മതിയാ? എല്ലാം വേണം. എന്നാ തരാം. രാവിലെ കഞ്ഞിയോ ചോറോ എന്താ വേണ്ടേന്ന് വെച്ചാ തരും. മേശ്ശേരി ഒന്ന് വന്നാ മതി. ദിവസമായിട്ട് പറയുക. മേശ്ശേരി ഒന്ന് സഹായിക്കണം മോള്. നമുക്ക് സഹായിക്കാം. അല്ലാതെ വേറെ ഞാൻ നിന്നാ മതിയാ? മതി. നമുക്ക് 2 പേർ കൂടെ ഞാൻ മതി. സഹായിക്കുകയും ചെയ്യാലോ. വാവണ്ടേ ഉള്ളോ അതോ ഉറപ്പാണോ? അതെ ഉറപ്പാ. മോള് ബൈക്കാട്ടിൽ നിൽക്കുമല്ലോ?
ഓ ആ മതിയല്ല, ഞാൻ നിന്നാ മതിയല്ല. മതി 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 ധാരാളം ധാരാളം. ശരിക്കും മതിയെങ്കിൽ മതി. മോള് മൈക്കാട്ടിൽ നിന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ആ മോള് മൈക്കാട്ടിന് നിന്നാ മതി. ഓ നിന്നോളാവേ, ഒന്ന് വന്നാ മതിയേ. വരാം വരാം വരാം. ഒന്ന് കിട്ടിയാ മതി. വന്ന് എന്റെ മോള് ഊട്ട അടച്ചിട്ടേ ഉള്ളു. ആളെ ബാക്കി കാര്യം മതിയേ. രാവിലെ ആകുമ്പോ മറക്കരുത് ഓടിക്കഞ്ഞ. ഇല്ലെന്ന് വേറെ ആരും ഇല്ലല്ലോ അവിടെ. വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ശരി. അല്ല അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? പിള്ളേരൊക്കെ ഇല്ല ഇല്ല ഇല്ല. ആ പിള്ളേര് പോത്തില്ലേ? പോവും. ആ അതൊന്നും ഓർത്ത് മേടിച്ചിട്ട് മേടിക്കണ്ട. അപ്പൊ നമുക്ക് രണ്ടു കൂട്ടേ അടയ്ക്കാം. ഓ വന്നാ മതി. പിന്നെ പണിയൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ, ഒത്തിരി തോന്നുന്നു. പണി ഉണ്ടായിരുന്നു മോളെ. പണി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലയോ, 2-3 കോൺട്രാക്ട് പണി ഉണ്ടായിരുന്നു. നടന്നുകൊണ്ടിരിക്കുക. ഒരിടത്ത് കെട്ട് തുടങ്ങി. വരുന്നല്ലായിരുന്നു. അതാ ഒരിടത്ത് കെട്ട് തുടങ്ങി, ഒരിടത്ത് തേപ്പ് തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ആളില്ലാതെ വന്നപ്പോഴത്തേക്ക് എല്ലാത്തിനും കൂടെ കിടന്ന് നെട്ടോട്ടം. ഞാൻ ഒറ്റയ്ക്ക് ഓടേണ്ടി വന്ന്. പണി ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് മഴയും. മഴയുണ്ട് ഇല്ലയോ? മഴ മാത്രം അല്ല, തണുപ്പും ഇല്ലേ. അപ്പൊ നാളത്തെ പണി തണുപ്പായിട്ട് നല്ല ഇതായിരിക്കും. തണുപ്പൊന്നും കുഴപ്പമില്ല. തണുപ്പൊക്കെ നമ്മളാ പിന്നെ മാറ്റി വെച്ചിട്ടായിരിക്കും പണിയുന്നെ. അല്ലെങ്കിൽ മോള് തണുപ്പൊന്നും മതിയല്ലോന്ന്. മതി മതി മോള് തണുപ്പൊക്കെ മാറ്റി. അതൊക്കെ നമ്മളേറ്റ് ഒന്ന് കൊണ്ടുവരുന്നല്ലേ ഇതിനെക്കാട്ടി പാട്. അറിയാതെ പറ്റിപ്പോയതല്ലേ. ആന്നാന്ന്. ഇത് പെരയുടെ എവിടായിട്ടാ? വന്ന് മേശരി നോക്ക്. മേശരി വന്ന് നോക്കുക. കഥകിന്റെ കട്ടിലയുടെ അവിടെ ഒക്കെ ഉണ്ട്. അതെങ്ങനെ പറ്റിയത്? അതെങ്ങനെ പറ്റിയാന്ന് എനിക്കറിയാൻ വയ്യ. ചെറുതായിട്ട് വന്ന് ഉറുമ്പുണ്ടായിരുന്നു. ഉറുമ്പ് ചെതലോണി ഉള്ളിലോ ഉണ്ടോന്ന് അറിയാൻ വയ്യ. എന്തായാലും ഉറുമ്പ് അങ്ങനെ ആയി എത്ര വർഷമായിട്ടാണ് നമ്മളാ വീട് പണിഞ്ഞിട്ട്? 10-20 വർഷമാകത്തില്ലയോ? ഇല്ലയോ? അതാ ഉറുമ്പ് കയറുന്നുണ്ടെന്ന് തോന്നുന്നതായിരിക്കും. ഒന്ന് വന്ന് നോക്ക്. എന്നിട്ട് എന്തോന്ന് വെച്ചാൽ അത് ചെയ്യും കേട്ടോ. രാവിലെ കഞ്ഞിയും കാടിയും എല്ലാം തരാം. പാളിപ്പോ കഞ്ഞിയെല്ലാം തരാവുന്ന. അതൊന്നും ഓർത്ത് പേടിക്കണ്ട. കഞ്ഞി എല്ലാം തരണം എനിക്ക്. തരാം. ഇപ്പഴാ മനസ്സിന് സന്തോഷമായി. മോള് മൈക്കാട്ടിനെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോ. അതിനൊന്നും കുഴപ്പമില്ല. നിന്നോളാം. എങ്ങനെയാന്ന് പറഞ്ഞു തന്നാ മതി. എല്ലാം പഠിപ്പിച്ചു തരാം. നാളെ വന്നിട്ടേ. നാളെ മേശരി വന്നിട്ട് മോളെ പറയുന്ന പോലെ നമ്മള് മതി. മതിയല്ലോ. നാളെ മേശരി വന്നിട്ട് മോളെ എങ്ങനെയൊക്കെയാ വേണേ മോളെ പണിയും കൂടെ പഠിപ്പിക്കാം. അത് വേണ്ട. അതിന് മേശരിയുടെ പണി പറയത്തില്ലേ ഞങ്ങളോട് ഇറങ്ങി? വേണ്ട, അത് വേണ്ട. പഠിപ്പിക്കുക. അതൊന്നും മേശരിക്ക് പേടിയില്ല. നാളെ വന്നിട്ട് നാളെ മരിച്ചില്ലേ വന്നിട്ട് മോട് ഊട്ട അടച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഓക്കെ എന്നാ ശരി വെച്ചിരുന്ന. രാവിലെ റെഡിയായി നിന്ന് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞേക്കാം. വേണ്ട, മോള് രാവിലെ റെഡിയായിട്ട് നിന്ന് ഊട്ട അടയ്ക്കാൻ. ശരി ശരി. ഓക്കെ എന്നാ. ശരി.